ബാലഗ്രാം സർവീസ് സഹകരണ ബാങ്കിൽ ഇത്തവണയും അട്ടിമറി നടത്തി ഭരണം നിലനിർത്താൻ LDF ശ്രമം ആരംഭിച്ചതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഫെബ്രുവരി 23-ന് ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കും. ഫെബ്രുവരി 16-ന് തെരഞ്ഞെടുപ്പ് നടത്താനാണ് LDFന്റെ തീരുമാനം. എന്നാൽ ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനോ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനോ ഭരണസമിതി തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സഹകരണ വകുപ്പിന്റെ ഒരു ചട്ടവും പാലിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് LDFന്റെ ആലോചന. സംസ്ഥാന ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് UDF ഭരിച്ചിരുന്ന ഈ ബാങ്ക് കഴിഞ്ഞ തവണ LDF പിടിച്ചെടുത്തത്. മെമ്പർഷിപ്പ് രേഖകൾ നഷ്ടപ്പെട്ടതായി പറഞ്ഞ് അസിസ്റ്റന്റ് രജിസ്ട്രാറെ കൊണ്ട് പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. 8000-ലധികം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ബാങ്കിൽ 1000-ൽ താഴെ UDF മെമ്പർമാർക്ക് മാത്രമാണ് ID കാർഡ് ലഭിച്ചത്. ഇതേ രീതി തന്നെ അവലംബിക്കാനാണ് ഇത്തവണയും LDF ശ്രമിക്കുന്നത്. 2025 ഫെബ്രുവരി മാസം 23-ാം തീയതി നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുകയാണ്. സഹകരണ നിയമപ്രകാരം ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഒരു മണിക്കൂർ പോലും ഒരു ഭരണസമിതി ഒരു സംഘത്തിന് ഭരണസമിതി ഇല്ലാതെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ ചുമതലയേൽപ്പിക്കും. ഫെബ്രുവരി 23-ാം തീയതി നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുകയാണ്. എന്നാൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതുമായി സംബന്ധിച്ച് നിലവിലുള്ള LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, ആ ഭരണസമിതിയിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഞങ്ങൾ UDFന്റെ 4 ആളുകളുണ്ട്. കഴിഞ്ഞ മാസം കൂടിയ കമ്മിറ്റിയിൽ ഫെബ്രുവരി മാസം 23-ാം തീയതി തന്നെ തിരഞ്ഞെടുപ്പ് നടത്താൻ കമ്മിറ്റി തത്വത്തിൽ തീരുമാനിച്ചു. ഇത് സഹകരണ വകുപ്പിനെ അറിയിക്കാനും തീരുമാനിച്ചു. അന്ന് തന്നെ ഈ കാര്യം സൂചിപ്പിച്ചാണ് 23-ാം തീയതിയിലേക്ക് തിരഞ്ഞെടുപ്പ് പോയാൽ അങ്ങനെ നടത്താൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ മറ്റൊരു ഡേറ്റ് തീരുമാനിക്കണം എന്ന് ആ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ ഏകപക്ഷീയമായൊരു നിലപാടാണ് ആ കാര്യത്തിൽ. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം LDFന്റെ ഏകപക്ഷീയമായൊരു നിലപാടാണ് ആ കാര്യത്തിൽ LDF ഭരണസമിതി അംഗങ്ങൾ സ്വീകരിച്ചത്. അവർ 23-ാം തീയതി തന്നെ തീരുമാനിച്ച് ARലേക്ക് കത്ത് കൊടുക്കുകയും പിന്നീട് എന്ത് നടപടിക്രമമായി എന്ന് ബാങ്കിൻ അന്വേഷിച്ചപ്പോൾ യാതൊരു വിധത്തിലുള്ള മറുപടിയും നമ്മളോട് പറയാതെ വരികയും ഞങ്ങൾ AR ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ 16-ാം തീയതി ഫെബ്രുവരി മാസം 16-ാം തീയതി തിരഞ്ഞെടുപ്പ് നടത്താൻ അവർ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇത് ബാങ്കിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതല്ല, AR ഓഫീസിൽ നിന്ന് ഞങ്ങൾ പോയി അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ച വിവരമാണ്. ഇപ്പോഴും 16-ാം തീയതി തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നിയമപരമായി യാതൊരു അറിയിപ്പും ബാങ്കിൻ്റെ സഹകാരികൾക്ക് ലഭിച്ചിട്ടില്ല. ഇതിനു മുന്നോടിയായി കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതാണ്. സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണത് നടത്തേണ്ടത്. പക്ഷേ അവരിലേക്ക് ഈ ശുപാർശകൾ പോകേണ്ട സമയം അതിക്രമിച്ചു. ജില്ലയിൽ അതിഭീമമായ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിലൊന്നായി ബാലഗ്രാം ബാങ്ക് LDF ഭരണത്തിൽ മാറി. ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന വളക്കടകളും നീതി സ്റ്റോറും നിർത്തലാക്കി. ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത നിലയിലാണ് ബാങ്കെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ID കാർഡ് നൽകാൻ കൂട്ടാക്കാത്ത ബാങ്ക് ഭരണസമിതിയുടെ നീക്കം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് നേതാക്കളായ മുകേഷ് മോഹനൻ, G മുരളീധരൻ, CS യശോധരൻ, സന്തോഷ് അമ്പിളിവിലാസം, ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ, KG സണ്ണി, PT ശശിധരൻ, അജി മക്കുള്ളിൽ, ജയപ്രകാശ് എന്നിവർ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.